നമസ്കാരം. മലയാളി കൈപുണ്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹൈദരാബാദി കച്ചാഗോഷ് ബിരിയാണിയാണ്. ഹൈദരാബാദി കച്ചാഗോഷ് ബിരിയാണിയുടെ പ്രത്യേകത മീറ്റും അരിയും ഒരുമിച്ച് ദം ചെയ്താണ് വേവിക്കുന്നത്. ബാക്കി ബിരിയാണികളിൽ നിന്നും വ്യത്യസ്തമായി വറുത്ത സവാളയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിനാവശ്യമായത് വയണയില, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ, ഉപ്പ്, ഗരം മസാല കൂട്ട്, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, നെയ്യ്, സവാള വറുത്തത്, ഒരു പിടി മല്ലിയിലയും 4-5 പുതിനയിലയും മിക്സ് ചെയ്തത്, 4-5 പച്ചമുളക്, ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി, 4 പച്ചമുളക്, ഗരം മസാല ഒന്ന് ചതച്ചത്, വയണയില, 3 സവാള വറുത്തത്, മല്ലിയിലയും പുതിനയിലയും മിക്സ് ചെയ്തത്, 1 കപ്പ് പുളിയില്ലാത്ത തൈരും 1 സ്പൂൺ നെയ്യും ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു കിലോ അരി കഴുകി അരമണിക്കൂർ കുതിർത്ത് ഊറ്റി വയ്ക്കുക. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാകുമ്പോൾ അരി അതിലേക്കിടുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നെയ്യ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, വയണയില, പെരിഞ്ജീരകവുമിട്ട് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ ഊറ്റിയെടുക്കുക. അടുപ്പിൽ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് അതിന് മീതെ ഊറ്റി വച്ചിരിക്കുന്ന ചോറിടുക. ഇതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ച് മല്ലിയിലയും പുതിനയിലയും മിക്സ് ചെയ്തതുമിട്ട് വറുത്ത സവാളയും ഇട്ട് ദം ചെയ്ത് 25 മിനിറ്റ് വേവിക്കുക. നമ്മുടെ അടിപൊളി ഹൈദരാബാദി ബിരിയാണി തയ്യാർ.